നമസ്കാരം. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മാറി നിന്ന MLA KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഡിയോ പങ്കുവച്ച നടി സീമാജി നായർ രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വയോധികയെ കാണാനെത്തിയതിന്റെ വീഡിയോ ആയിരുന്നു സീമ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത്. ഇന്ന് കണ്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വീഡിയോ എന്നും സീമ കുറിച്ചിരുന്നു. വീഡിയോയിൽ ഫോണിൽ സംസാരിക്കുന്ന വയോധിക എന്റെ മകൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതായി കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത് എന്നും അവർ പറയുന്നു. മറുതലക്കിലുള്ള ആളോട് രാഹുൽ തന്റെ അടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞ ശേഷം ഫോൺ രാഹുലിന് കൈമാറി. തുടർന്ന് രാഹുൽ അവരുമായി സംസാരിച്ചു. വയോധിക രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതായും തലോടുന്നതായും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. രാഹുലിനെ കണ്ട സന്തോഷം അവർ വീഡിയോയിൽ ഉടനീളം പങ്കുവയ്ക്കുന്നു. തുടർന്ന് രാഹുലിനോട് ഒരു ക്ഷേത്രത്തിൽ പോകുവാനും വഴിപാടുകൾ നടത്തുവാനും അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പോയ സ്ത്രീ രാഹുലിന് വേണ്ടി വഴിപാട് കഴിച്ചതായി MLAക്കൊപ്പം എത്തിയ ആൾ പറയുന്നുണ്ട്. ഇന്ന് കണ്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വീഡിയോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് അമ്മമാരുടെ സ്നേഹവും പ്രാർത്ഥനയും രാഹുലിനുണ്ട് എന്നായിരുന്നു വീഡിയോ പങ്കുവച്ചുകൊണ്ട് സീമാജി നായർ കുറിച്ചത്. പോസ്റ്റിനെ വിമർശിച്ച് കമന്റ് ഇടുന്നവർക്കൊക്കെ രൂക്ഷമായ ഭാഷയിൽ തന്നെ നടി മറുപടി നൽകിയിരുന്നു. ഒരു MLA എന്നതിനുമപ്പുറം അയാളും ഒരു മനുഷ്യനാണെന്നും തന്നെപ്പോലെ അല്ലെങ്കിൽ തന്നെക്കാളും ജനസമ്മതിയുള്ള ഒരു പൊതുപ്രവർത്തകനാണെന്നും പാലക്കാട്ടെ ഓരോ ജനങ്ങൾക്കും അറിയാം. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങളും മനസ്സിൽ ഒരാളെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും ഒക്കെ അയാൾക്ക് അവകാശമുണ്ട്. തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന വ്യക്തമായ അറിവ് പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചില മാപ്രകൾ കരുതിക്കൂട്ടി തകർക്കുവാൻ ശ്രമിച്ചാൽ തകർന്നതല്ല പാലക്കാട്ടെ ജനങ്ങളുടെ വിശ്വാസം. എല്ലാവർക്കും അയാളിൽ വിശ്വാസമുണ്ട്. ഈ അമ്മമാരാണ് തന്റെ ബലവും ശക്തിയുമെന്ന് രാഹുൽ മനസ്സിലാക്കും. ഇനിയുള്ള 6 മാസം തിമിർത്താടുക. കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് ഒലിക്കട്ടെ. അടിച്ചു കയറി വാ മക്കളെ എന്നാണ് ബെൻസി ജോൺ എന്നൊരാൾ പ്രതികരിച്ചത്. ഇത് സ്നേഹം പിടിച്ചുപറിച്ചു വാങ്ങുന്നതല്ല, ആവാലവൃദ്ധം ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിക്ഷേപിച്ചതാണ് സ്ഥിര നിക്ഷേപമായിട്ട്. ഇതിനിടെ തന്നെ പാവം അമ്മയ്ക്ക് അറിയില്ലെങ്കിലും താങ്കൾക്കറിയാമല്ലോ, അത് മതി. മറ്റു ഗർഭേതര കേസുകളെ പറ്റിയും നിലവിലുള്ളതും മുമ്പുണ്ടായതും സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കേട്ടാൽ മനസ്സിലാക്കാമായിരുന്നു എന്നാണ് സിദ്ദിഖ് കുന്നേടത്ത് എന്നൊരാൾ പ്രതികരിച്ചത്. ഇതിന് ഉവ് കൊടുക്കാം, നീ ഒന്ന് സമയം കൊടുക്കുക എന്നായിരുന്നു സീമാജി നായരുടെ മറുപടി. സീമയുടെ ഈ പോസ്റ്റൊക്കെ കമ്മികൾക്ക് എങ്ങനെ സഹിക്കും? കമ്മികൾ പൊങ്കാലയിടും കേട്ടോ എന്നുള്ള മുന്നറിയിപ്പും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പോസ്റ്റ് കണ്ട് കുരുപൊട്ടിയവർക്ക് മറ്റൊരു പോസ്റ്റുമായും സീമ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ ശബരിമല വിഷയത്തിൽ പ്രതികരണമായി രാഹുൽ രംഗത്ത് വന്നിരുന്നു. ശബരിമല അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു ദിവ്യനെ എറിഞ്ഞുകൊടുത്ത് സ്വയം രക്ഷപ്പെടാമെന്ന് ഈ അമ്പലം വിഴുങ്ങി സർക്കാർ വിചാരിക്കേണ്ട. ആ മസാല പുരട്ടിയ വാർത്തകൾക്ക് പിന്നാലെ പോകാൻ വിശ്വാസികളും അല്ലാത്തവരുമായ ഈ നാട്ടിലെ മനുഷ്യർ തയ്യാറല്ല. ഞങ്ങൾക്ക് ഉത്തരം തരേണ്ടത് ഏതെങ്കിലും അവതാരമോ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡോ അല്ല, മറിച്ച് ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ്. ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്തി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കട്ടസ്വർണത്തിന്റെ പണക്കൊഴുപ്പിന്റെ PR-ൽ രക്ഷപ്പെടാമെന്ന് സർക്കാർ വിചാരിക്കേണ്ട. ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തൊട്ട് അവസാനത്തെ ചോദ്യം വരെ ഇതാണ്. 1. ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ? 2. ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ? 3. ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടും വരെ. നാടിനെ കാക്കുന്ന അയ്യന്റെ പൊന്നു കക്കുന്ന സർക്കാരിനെതിരെ ഈ നാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായി സംഘടിക്കും, സംസാരിക്കും, പ്രതികരിക്കുമെന്നായിരുന്നു പോസ്റ്റ്.